अल्लाहु अकबर अल्लाहु अकबर अशहदु अल्ला इलाहा इल्लल्लाह अशहदु अल्ला इलाहा इल्लल्लाह अशहदु अन्ना मुहम्मदर रसूलुल्लाह अशहदु अन्ना मुहम्मदर रसूलुल्लाह हय्या अस्सलामुअलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहू वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिना सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़दूबि अलैहिम वलद्दाल्लीन वइज़ यरफ़अु इब्राहीमुल क़वाइद मिनल बैति वइस्माईल रब्बना तक़ब्बल मिन्ना इन्नका अंतस समीउल अलीम रब्बना वजअलना मुस्लिमैन लका
ومن ذرياتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. इन आयात का तर्जुमा है, और जब इब्राहीम उस ख़ास घर की बुनियादों को उस्तवार कर रहा था और इस्माइल भी ഈ വചനങ്ങളുടെ അർത്ഥം ഇപ്രകാരമാകുന്നു: हमारी तरफ से कबूल कर ഇബ്രാഹീമും ഇസ്മായിലും ആ സവിശേഷ മന്ദിരത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തുകയായിരുന്ന സന്ദർഭത്തിൽ हमें अपने दो ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി: ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. अपनी നിശ്ചയമായും എല്ലാം കേൾക്കുന്നവനും നന്നായി അറിയുന്നവനും നീ തന്നെയാണല്ലോ. वाणियों के तरीके से ഞങ്ങളുടെ നാഥ, നീ ഞങ്ങൾ ഇരുവരെയും നിന്നെ അനുസരിക്കുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിന്നെ അനുസരിക്കുന്ന ഒരു സമുദായത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാവിധങ്ങൾ നീ കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങളുടെ നേരെ കാരുണ്യത്തോടെ തിരിയണമേ. നിശ്ചയമായും നീ ധാരാളം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാമയനുമാകുന്നു. दूसरी अहमदिया അൽഹംദുലില്ലാ, बनाने की तौफीक मिल रही है। ഇന്ന് നമുക്ക് സ്പെയിനിൽ ये दूसरी मस्जिद बनाने की तौफीक मिल रही है। രണ്ടാമത്തെ അഹമ്മദിയ तकरीबन പള്ളി നിർമ്മിക്കുന്നതിനുള്ള തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. मैंने मस्जिद അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് ഇത് രണ്ടാമത്തെ പള്ളി നിർമ്മിക്കുന്നതിനുള്ള സന്ദർഭമാണ് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 7 വർഷം മുമ്പ് ഞാൻ പെട്രോബാദിലെ മസ്ജിദ് ബഷാറത്തിൽ വെച്ച് के കൂടുതൽ वेलेंसिया में मस्जिद പള്ളികൾ പണിയുന്നതിലേക്ക് ഊന്നൽ നൽകിയിരുന്നു. അപ്പോൾ എടുത്ത തീരുമാനം अहमदियों की വലൻസിയയിൽ പള്ളി നിർമ്മിക്കുക എന്നതായിരുന്നു. यहाँ मस्जिद बनाना मेरे पेश नज़र इसलिए इस इलाके में था, इसकी अहमियत इसलिए थी ഈ പ്രദേശങ്ങളിൽ അഹമ്മദികളുടെ സംഖ്യയേക്കാൾ കൂടുതൽ പള്ളി പണിയുന്നതിലുള്ള എന്റെ ഉദ്ദേശം, അതിന്റെ പ്രാധാന്യം എന്തായിരുന്നുവെന്നാൽ, बाद जगहों में ഇവിടെ അഹമ്മദികളുടെ അംഗസംഖ്യ ഏകദേശം मस्जिद 130 മറ്റ് ചില സ്ഥലങ്ങളിൽ അതിൽ കൂടുതൽ ഉണ്ടാകാം. बनाने के लिए सोचा गया। ഏതായിരുന്നാലും മസ്ജിദ് ബഷാറത്തിനു ശേഷം നിർമ്മിക്കാൻ ഉദ്ദേശിച്ച പള്ളി ഇവിടത്തെ ചരിത്ര പ്രാധാന്യത്തെ കണക്കിലെടുത്തായിരുന്നു. तकरीबन 30 साल से ज्यादा अरसा के बाद जमात अहमदिया को ये मस्जिद बनाने की तौफीक मिली है, और इस अरसे में मुसलमान ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷമാണ് അഹമ്മദിയ ജമാഅത്തിന് और രണ്ടാമത്തെ ഈ പള്ളി നിർമ്മിക്കുന്നതിനുള്ള തൗഫീക്ക് ലഭിച്ചിരിക്കുന്നത്. लेकिन ഈ കാലഘട്ടത്തിൽ ഈ രാജ്യത്തേക്ക് മുസ്ലിങ്ങളുടെ വരവും വളരെയധികം വർദ്ധിച്ചു. एक रास्ता അവർ खुला। പള്ളിയും നിർമ്മിച്ചിട്ടുണ്ട്. 700 साल बाद ഏതായിരുന്നാലും बनाने की तौफीक മസ്ജിദ് ബഷാറത്ത് കാരണം अहमदिया को ही अल्लाह ताला ने अता फरमाई थी। ഒരു മാർഗം തുറന്നു ലഭിക്കുകയുണ്ടായി. 700 വർഷങ്ങൾക്ക് ശേഷം ആദ്യ പള്ളി പണിയുന്നതിനുള്ള തൗഫീക്ക് അള്ളാഹു അഹമ്മദിയ ജമാഅത്തിനാണ് നൽകിയത്. कि मुसलमानों की तादाद इस वक्त यहाँ 1 मिलियन के करीब है। ഇവിടുത്തെ പ്രാധാന്യം വിവരിക്കുന്നതിന് മുമ്പായി ഞാൻ ഇതും പറയാൻ ആഗ്രഹിക്കുന്നു. इनमें ഇപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 1 മില്യന് അടുത്താണ്. करीब हो जाएंगे, यानी अगले 20 साल में। 2030 എത്തുമ്പോഴേക്കും आज से ഇവരിൽ 5 साल पहले 80-85% വളർച്ചയുണ്ടായി 2 മില്യൺ വരെ എത്തുന്നതാണെന്നാണ് ധാരണ. और इनमें ज्यादातर तादाद അതായത് അടുത്ത 20 വർഷത്തിൽ. जो ഇന്നേക്ക് 30 വർഷങ്ങൾക്ക് മുമ്പ് 1000-ഓളം പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ 1 മില്യനായി. वगैरह से ഇതിൽ ഭൂരിഭാഗവും വടക്കേ ആഫ്രിക്കയിൽ നിന്നും മൊറോക്കോ, അൾജീരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള इसमें വിദേശികളാണ്. आता है कि वो लोग भी शामिल हैं जो पुराने मुसलमान कबाइल के थे और जिन्होंने अपने इस्लाम को काफी ഇതിൽ तक പുരാതന മുസ്ലിം ഗോത്രങ്ങളിൽപ്പെട്ടവരും ഉണ്ടെന്ന് പറയപ്പെടുന്നു. वो जबरदस्ती मुसलमानों से ईसाई बनाए गए थे। അവർ ഒരു നീണ്ടകാലം വരെ ഇസ്ലാമിനെ സംരക്ഷിച്ച് നിർത്തുകയായിരുന്നു. उनमें से भी हजारों की तादाद में അവർ
ബലാത്കാരമായി മുസ്ലിമിൽ നിന്ന് ക്രിസ്ത്യൻ ആക്കപ്പെട്ടവരായിരുന്നു. खानदानों में से जैसा ഇന്നേക്ക് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ईसाई बनाए गए थे। അവരിൽ നിന്നും ആയിരക്കണക്കിന് വീണ്ടും മുസ്ലിങ്ങളായിരിക്കുന്നു. അതായത് നിർബന്ധപൂർവം ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കപ്പെട്ടതോ गो इस्लाम അല്ലെങ്കിൽ അവരുടെ സന്താനങ്ങളെ ക്രിസ്തീയരാക്കുകയോ ചെയ്ത ഗോത്രങ്ങളിൽ നിന്ന്. और अल्लाह के फजल से काफी तादाद ചുരുക്കത്തിൽ में आते हैं मुसलमान। സ്പെയിനിൽ വീണ്ടും ഇസ്ലാം ദൃശ്യമാകാൻ തുടങ്ങുകയും मैंने कहा ധാരാളം इसकी इब्तिदा जमात अहमदिया के जरिए മുസ്ലിങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ उस वक्त नजर आएगा അതിന്റെ ആരംഭം അഹമ്മദിയ ജമാഅത്ത് മുഖേനയാണ് ഉണ്ടായത്. मसीह मोहम्मदी के गुलाम എന്നാൽ अपनी अहमियत को യഥാർത്ഥ ഇസ്ലാം ദൃശ്യമാകുന്നത് समझेंगे और इस्लाम के മസീഹ് മുഹമ്മദിയുടെ ദാസർ हर फर्द तक തങ്ങളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്ക് ശ്രദ്ധിക്കുകയും मेरी ഇസ്ലാമിന്റെ സുന്ദര സന്ദേശത്തെ ഇവിടുത്തെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. कि यहाँ ഒരുപക്ഷേ बहुत थोड़ी तादाद में है എന്റെ വാക്ക് കേട്ട് നിങ്ങളിൽ നിന്ന് ചിലർ പറയും, और हर जगह ചിലർ നിരാശ ചിന്താഗതിക്കാരാണ്, ഇവിടെ അഹമ്മദികൾ വളരെ കുറവാണ്. लेकिन अगर एक എങ്ങനെയാണ് ഞങ്ങൾക്ക് എല്ലായിടത്തും എല്ലാവരിലേക്കും സന്ദേശം എത്തിക്കാൻ കഴിയുക? तादाद में है वही एक अच्छे हिस्से तक എന്നാൽ अहमदियत ദൃഢവിശ്വാസത്തോടും വർദ്ധിത വീര്യത്തോടും കൂടി ശ്രമിക്കുകയാണെങ്കിൽ എത്ര പേരുണ്ടോ അവർക്കു തന്നെ നല്ലൊരു ശതമാനം പേർക്ക് അഹമ്മദിന്റെ സന്ദേശവും कहने के യഥാർത്ഥ ഇസ്ലാമും എത്തിക്കാൻ സാധിക്കുന്നതാണ്. और इसी वजह से जो मकसद ഇതിനായി हम हासिल कर सकते थे ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും जो प्लान ആസൂത്രണവുമില്ല, കൂടാതെ പരിശ്രമവുമില്ല. തൽഫലമായി या मुझसे पहले നമുക്ക് കരസ്ഥമാക്കേണ്ടിയിരുന്ന ലക്ഷ്യം കരസ്ഥമായില്ല. കേന്ദ്രം നൽകിയതോ इशारत അല്ലെങ്കിൽ जगह वाकया ഞാൻ നൽകിയതോ जहां से അല്ലെങ്കിൽ എനിക്ക് മുമ്പ് ഖലീഫത്തുൽ മസീഹ് റാബി നൽകിയതോ ആയ ആസൂത്രണങ്ങളെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നില്ല. नजर आती है एन मोटरवे पर वाकया है और अगर तारफ का कोई जरिया निकाला जाता കുർത്തുബ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നവർക്ക് സ്പഷ്ടമായി ദൃശ്യമാകുന്ന തരത്തിൽ മസ്ജിദ് ബഷാറത്ത് റോഡിനരികിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. कम तादाद में അഥവാ പരിചയപ്പെടുത്തുന്നതിനായി എന്തെങ്കിലും മാർഗം കണ്ടെത്തിയിരുന്നുവെങ്കിൽ ധാരാളം പേർക്ക് പരിചയപ്പെടുന്നതിനുള്ള അവസരം ലഭിച്ചേനെ. നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ചില ജമാഅത്തുകൾ വളരെ തുച്ഛമായ അംഗങ്ങളായിരുന്നിട്ടും അസാധാരണമായ നിലയിൽ അഹമ്മദിയ ജമാഅത്തിനെ പരിചയപ്പെടുത്തുകയുണ്ടായി. हैदराबाद की मस्जिद में ലീഫ്ലെറ്റുകൾ മുഖേന ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും പരിചയം വളരെയധികം ജനങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായി. वफूद भी आते हैं लेकिन अगर एक जज्बे और शौक से काम होता ഹൈദരാബാദ് പള്ളിയിൽ മറ്റുള്ളവർ സന്ദർശനത്തിനായി വരുന്നുണ്ട്. इस्लाम का तारुफ റിപ്പോർട്ടുകളിൽ പരാമർശിക്കാറുണ്ട്, ചിലർ സംഘങ്ങളായും എത്താറുണ്ട്. दूसरे मुसलमान എന്നാൽ ഒരു ആവേശത്തോടും വികാരത്തോടും കൂടി भी नहीं है പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ആ പ്രദേശത്ത് ജമാഅത്തിനെ കുറിച്ച് വളരെയധികം പേർക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. സംഘടിതമായ വ്യവസ്ഥിതികൾ പോലുമില്ലാത്ത മറ്റ് മുസ്ലിം കക്ഷികൾക്ക് ക്രിസ്തുമതത്തിലേക്ക് ബലാത്കാരമായി തള്ളിയിട്ട സ്പെയിനിലെ പഴയ കുടുംബങ്ങളിലെ തലമുറകളിൽ നിന്ന് हमारी तबलीग से 20,000-ഓളം പേരെ इस्लाम है വീണ്ടും ഇസ്ലാമിലേക്ക് तादाद में इस्लाम के കൊണ്ടുവരാൻ लोग नहीं आ सकते സാധിച്ചെങ്കിൽ हमने യഥാർത്ഥ ഇസ്ലാമായ के നമ്മുടെ തബ്ലീഗിന്റെ ഫലമായി द्वारा എന്തുകൊണ്ട് വലിയ തോതിൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നില്ല? നാം സ്പെയിനിലേക്ക് एक अज़्म और एक जज्बे के साथ इस्तेमाल नहीं ഇസ്ലാമിന്റെ തിരിച്ചുവരവിനുള്ള മാർഗം തുറക്കുകയുണ്ടായി. ने उससे फायदा उठा लिया എന്നാൽ ആ മാർഗത്തെ ഒരു ദൃഢവിശ്വാസത്തോടും ये वक्त है വികാരാവേശത്തോടും കൂടി स्पेन में रहने वाले ഉപയോഗപ്പെടുത്തിയില്ല. മറ്റുള്ളവർ അതിനെ പ്രയോജനപ്പെടുത്തി. हर सतह के अहदेदारान हर तंजीम के अहदेदारान അതിനാൽ ഇനിയും സമയമുണ്ട്. को समझें സ്പെയിനിൽ വസിക്കുന്ന അഹമ്മദികളും फिर इसको ഭാരവാഹികളും ഓരോ വിഭാഗത്തിന്റെയും ഭാരവാഹികളും ഓരോ സംഘടനയുടെയും ഭാരവാഹികളും സ്വന്തം ഉത്തരവാദിത്തത്തെ മനസ്സിലാക്കുകയും സ്വയം ടാർഗറ്റ് നിശ്ചയിച്ച് അതിനെ കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. की तवज्जो को बायस है നാം സമർപ്പിക്കുന്ന സുന്ദരമായ യഥാർത്ഥ ഇസ്ലാം ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ്. इस्लाम से ईसाई बनाया गया था उन्हें बताना है कि अपने बाप दादा पर जुल्म का बदला लेने का वक्त अब ബലാത്കാരമായി മുസ്ലിമിൽ നിന്ന് ക്രിസ്ത്യാനികളാക്കിയ പഴയ ഗോത്രക്കാരോട് नहीं लेना നിങ്ങളുടെ പൂർവികരോട് ചെയ്ത
അക്രമത്തിനും അനീതിക്കും പകരം ചോദിക്കേണ്ട സമയം സമാഗതമായി എന്ന് പറയേണ്ടതാണ്. എന്നാൽ നിർബന്ധപൂർവമോ ये जबरदस्त मुझसे जो हुआ അക്രമപരമോ അല്ല പകരം ചോദിക്കേണ്ടത്. ഇസ്ലാമിന്റെ അധ്യാപനം ലാ ഇക്റാഹ ഫിദ്ദീന്റെ അധ്യാപനമാണ്. ഇതിൽ യാതൊരു ബലാത്കാരവുമില്ല, യാതൊരു നിർബന്ധവുമില്ല. ये कहता है कि किसी कौम से जुल्म करके ഇത് അക്രമം പ്രവർത്തിച്ചവരുടെ അധ്യാപനമായിരിക്കാം, ഇസ്ലാമിന്റെ അധ്യാപനമല്ല. अल्लाह ताला तो फरमाता है ഏതെങ്കിലും സമുദായത്തോട് ശത്രുത പുലർത്തിക്കൊണ്ട് പകരം ചോദിക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. फरमाया एदिलु हुआ അള്ളാഹു പറയുന്നു, ഏതെങ്കിലും സമുദായത്തോടുള്ള ശത്രുത तो इंसाफ करो നിങ്ങളെ നീതി നടപ്പാക്കുന്നതിൽ നിന്ന് തടയരുത്. और अल्लाह का तकवा പറയുന്നു, എഴുതിലു ഹുവ അക്രബുലി തക്കുവ വത്തക്കുള്ള, दिलाएगा। നിങ്ങൾ നീതി പുലർത്തുക, അത് ദൈവഭക്തിയോട് കൂടുതൽ സമീപസ്ഥമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക. ദൈവഭക്തിയാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സാമീപ്യം നേടിത്തരുന്നത്. കാരണം അള്ളാഹു हम कौम है, ദൈവഭക്തരെ ഇഷ്ടപ്പെടുന്നു. इसलिए हम कौमों तक ये पैगाम ഇവിടെ मोहब्बत और प्यार ശത്രുയുടെ പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. ഇവിടെ സ്വന്തം സമുദായമാണ്. ने इनको बताना है। അതിനാൽ സ്വന്തം സമുദായത്തിലേക്ക് खुद इस्लाम की खुद ഈ സ്നേഹ സന്ദേശം എത്തിക്കേണ്ടതുണ്ട്. फिर बदले इस तरह लो നമുക്ക് അവരോട് പറയാനുള്ളത്, से यहाँ के हर ആദ്യം സ്വയം ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനത്തെ സ്വായത്തമാക്കുക. പിന്നീട് ഈ സുന്ദരമായ അധ്യാപനങ്ങൾ കൊണ്ട് ഇവിടെയുള്ള ഓരോരുത്തരുടെയും ഹൃദയത്തെ ജയിച്ചടക്കിക്കൊണ്ടാണ് പകരം ചോദിക്കേണ്ടത്. जबरदस्ती खुदा ബലാത്കാരമായി അല്ലെങ്കിൽ അത്യാഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഭയത്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സ്നേഹം उनके दिल ഏതെല്ലാം ഹൃദയങ്ങളിൽ നിന്ന് നിഷ്കാസനം ചെയ്തുവോ, वाहिद और मोहम्मद നിർബന്ധപൂർവം അള്ളാഹുവിന് പങ്കാളികളെ നിശ്ചയിക്കുന്ന അധ്യാപനം നൽകിയിരുന്നുവോ, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഏകനായ അള്ളാഹുവിന്റെയും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്നേഹം ജനിപ്പിക്കുക. ആരുടെ കാരുണ്യമാണോ जारी है എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നത്, ആ അള്ളാഹുവിന്റെയും മുഴു ലോകത്തിന്റെയും കാരുണ്യനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്നേഹം मोबाइल का भी खोज लगाएं നാം പൊതുവിൽ और फिर തബ്ലീഗ് ചെയ്യുന്നിടത്തും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നിടത്തുമെല്ലാം की मोहब्बत അങ്ങനെയുള്ള ഗോത്രങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുക. उनको कामयाब പിന്നീട് मुबल्लिग बना दें। അവരിൽ जैसा അവരുടെ യഥാർത്ഥ ദീനിന്റെ സ്നേഹം तारीखी अहमियत പുതിയ നിലയിൽ സംജാതമാക്കി मैंने അവരെ വിജയികളായ മുബല്ലിഗുമാരാക്കുക. इसलिए कि जब स्पेन में जालिम बादशाह और मलका ने जबरदस्ती मुसलमानों को ईसाई बनाना शुरू किया था, ഞാൻ പറഞ്ഞതുപോലെ वेलेंसिया उस जमाने में വലൻസിയാസിന്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്താണ് ഞാൻ ഇവിടെ പള്ളി നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയത്. കാരണം സ്പെയിനിൽ അക്രമിയായ രാജാവ് മുസ്ലിങ്ങളെ ബലാത്കാരമായി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിച്ചപ്പോൾ വലൻസിയായിൽ മുസ്ലിങ്ങളോട് മോശമായി പെരുമാറിയിട്ടും അറബി സംസാരിക്കുകയും मुसलमान अपने ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങളെ നിലനിർത്തുകയും ചെയ്തിരുന്നു. और अमूमी जो भी इस्लामी तालीम है उसको कायम रखे हुए थे। പൊതുവിൽ മുസ്ലിങ്ങൾ തങ്ങളുടെ में मुसलमान ആരാധനകൾ അനുഷ്ഠിക്കുകയും में तो रहते थे, സാധാരണ ഇസ്ലാമിക അധ്യാപനങ്ങളെ നിലനിർത്തുകയും ചെയ്തിരുന്നു. ऐसा इजहार नहीं करते थे മറ്റിടങ്ങളിലുള്ള മുസ്ലിങ്ങൾ जिससे इस्लाम खुलकर उनसे जाहिर हो। ഗ്രൂപ്പുകളിലായിരുന്നിട്ട് പോലും इसी वजह से जब ഇസ്ലാം പ്രകടമാകുന്ന തരത്തിലുള്ള യാതൊന്നും തന്നെ ചെയ്തിരുന്നില്ല. मुसलमानों को या उन लोगों को जिनके खानदान पहले मुसलमान थे स्पेन से അക്കാരണത്താൽ निकालने की मुहिम 17ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ तो सबसे അക്കാലഘട്ടത്തിന്റെ രാജാവ് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ കുടുംബം മുന്ന് മുസ്ലിങ്ങളായിരുന്നവരെ मंसूबे का സ്പെയിനിൽ നിന്ന് പുറത്താക്കാനുള്ള ഉദ്യമം വീണ്ടും ആരംഭിച്ചപ്പോൾ ആദ്യം വലൻസിയായിൽ നിന്നാണ് തുടങ്ങിയത്. अपने दीन കാരണം में रहते हुए ഇവിടെയുള്ള മുസ്ലിങ്ങൾ या जिस തങ്ങളുടെ ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു. गो के उस वक्त यहाँ मुसलमानों की हालत കഴിയുന്നിടത്തോളം से അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിരുന്നു. और उनको आहिस्ता आहिस्ता बड़े शहरों से निकाल कर इर्द गिर्द के इलाके അന്നേരത്തെ ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. गुर्बत थी। അവരെ വലിയ വലിയ പട്ടണങ്ങളിൽ നിന്ന് പുറത്താക്കി ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ താമസിപ്പിക്കുകയായിരുന്നു. തുച്ഛമായ സമ്പത്തായിരുന്നു അവരുടെ പക്കലുണ്ടായിരുന്നത്, ദാരിദ്ര്യമായിരുന്നു. എന്നിട്ടും അവർക്ക് ഇസ്ലാമിനോട് ബന്ധമുണ്ടായിരുന്നു. जुल्मों को निशाना इन्हें बनाया। ഏതായാലും फैसला के मुताबिक വിവിധ സൈന്യങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരുന്നു. जुल्मों के ഇറ്റാലിയൻ സൈന്യവും വന്നു. बालगों को അവർ മുസ്ലിങ്ങളെ ഇരയാക്കി. मुल्क എന്നാൽ തീരുമാനമനുസരിച്ച്
और उनके बच्चों को ईसाइयों के सुपुर्द कर दिया गया। ഈ उन्होंने इन बच्चों को അക്രമങ്ങൾക്ക് ശേഷം मान चढ़ाया, ചിലരെ लेकिन अपने बच्चों की तरह नहीं, बल्कि രാജ്യത്തിൽ നിന്ന് പുറത്താക്കി गुलामों की तरह। അവരുടെ കുട്ടികളെ ക്രിസ്ത്യയുടെ പക്കലേൽപ്പിച്ചു. बच्चे അവർ ആ കുട്ടികളെ സ്വന്തം വീട്ടിൽ വളർത്തി. എന്നാൽ സ്വന്തം കുട്ടികളെ പോലെയല്ല, മറിച്ച് വേലക്കാരെയും അടിമകളെയും പോലെ. ചുരുക്കത്തിൽ ഇസ്ലാമിൽ നിന്ന് പിഴുതെടുക്കപ്പെട്ട കുട്ടികൾ. അവർ खुदाए മുസ്ലിം വീടുകൾ ജനിച്ചതും മുസ്ലിങ്ങളുമായിരുന്നു. അവർ അവരുടെ മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ, അവരുടെയും അനുമതിയില്ലാതെ ഏകദൈവ ആരാധനയിൽ നിന്ന് തടയപ്പെട്ടു. बच्चों की नस्लों को दोबारा खुदाए वाहिद അതിനു പകരം बनाए, और सिर्फ उन्हें नहीं, ത്രിയേകത്വത്തിൽ വിശ്വസിക്കുവാൻ നിർബന്ധിതരാക്കി. ഇന്ന് ആ കുട്ടികളുടെ തലമുറയെ हमें इंसान വീണ്ടും ഏകദൈവത്തെ ആരാധിക്കുന്നവരാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ജോലി. അവരെ മാത്രമല്ല, ഇവിടെ വസിക്കുന്ന ഓരോരുത്തരെയും इंसानियत से मोहब्बत करने वाले, മനുഷ്യത്തോടുള്ള സ്നേഹത്താൽ നമുക്ക് അവരോട് സ്നേഹമുണ്ട്. हम उनके लिए वही पसंद करते നാം മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന കാരണത്താൽ ഇവിടത്തെ ഓരോ പട്ടണവാസിയോടും നമുക്ക് സ്നേഹമുണ്ട്. हैं, जैसे മനുഷ്യത്വത്തോടുള്ള സ്നേഹത്താൽ इबादत करने वाला बनाकर നാം നമുക്കായി ഇഷ്ടപ്പെടുന്നത് അവർക്കായി आपको संवारने वाले ഇഷ്ടപ്പെടുന്നു. അക്കാരണത്താൽ और इस इलाके में അവരെ ഏകത വിശ്വാസിയാക്കിക്കൊണ്ട് ഭൗതിക ലോകവും പരലോകവും ശരിയാക്കുന്നവരാക്കി മാറ്റുന്നതാണ്. यहाँ सबसे ज्यादा लंबे अरसे तक इस्लाम को महफूज ഈ പ്രദേശത്ത് कोशिश की गई। ഏറ്റവും കൂടുതൽ കാലം ഇസ്ലാമിനെ സുരക്ഷിതമാക്കി വെക്കാനും നിലനിർത്താനും ശ്രമിച്ചതിനാൽ बल्कि यही माना जाता है कि सबसे आखिर में പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇവിടുന്ന് മുസ്ലിങ്ങളെ പുറത്താക്കിയതെന്നാണ്, यकीनन അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ തലമുറയെ നശിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. सदियों मुसलमानों की हुकूमत कायम रहने के बाद उसका जवाब നൂറ്റാണ്ടുകളോളം मुसलमानों की अपनी लालचों और साजिशों की वजह से ഇവിടെ മുസ്ലിം ഭരണം भी നിലനിന്നതിനു ശേഷം थी, അതിന്റെ അധപതനം സ്വയം മുസ്ലിങ്ങളുടെ അത്യാഗ്രഹത്താലും ഗൂഢപദ്ധതികളാലുമാണ് ഉണ്ടായതെന്നതിൽ യാതൊരു സംശയവുമില്ല. खलीफा या बादशाह നാമമാത്രമായിട്ടുള്ള अपनी जिम्मेदारी ഖിലാഫത്തായിരുന്നിട്ടും അതിനോടും ना ही उसके കൂറു नवाब പുലർത്തിയില്ല. और उमरा जो थे उन्होंने हक अदा किया। രാജാവായ ഖലീഫ फिर തന്റെ ഉത്തരവാദിത്വത്തെ നിറവേറ്റിയില്ല. डेढ़ की मस्जिद അദ്ദേഹത്തിന്റെ പ്രമാണിമാരും അമീറുമാരും തങ്ങളുടെ ഉത്തരവാദിത്വത്തെ നിറവേറ്റിയില്ല. बनाकर പിന്നീട് मुख्तलिफ बादशाहतें कायम करने की कोशिश की। ഓരോരുത്തരും അവരവരുടെ നിലയ്ക്കനുസരിച്ച് പള്ളിയുണ്ടാക്കി, फिर जो ऐसे खुद गर्जाना कामों का വിവിധ പള്ളികൾ ഉണ്ടാക്കി वो निकल, തങ്ങളുടെ ഭരണം സ്ഥാപിക്കാൻ ശ്രമം നടത്തി. लेकिन अब പിന്നീട് मसीह मोहम्मदी സ്വാർത്ഥതയ്ക്കുണ്ടാകുന്ന പരിണിത ഫലമായിരുന്നു അതിനുമുണ്ടായത്. जो आ हजरत सल्लल्लाहु अलैहि वसल्लम के എന്നാൽ ഇപ്പോൾ खिलाफत ഖാത്തമുൽ ഖുലഫ ആയ हकीकी മസീഹ് മുഹമ്മദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ खिलाफत का निजाम ഖിലാഫത്തെ റാഷിദക്ക് ശേഷം इनके मानने वालों का काम है। യഥാർത്ഥ ധ്വജവാഹകരായ इस खोई हुई साख को दोबारा ഖാത്തമുൽ ഖുലഫയായ മുഹമ്മദി മസീഹിൽ വിശ്വസിക്കുന്നവരുടെ ജോലി നഷ്ടപ്പെട്ട ഈ അഭിമാനത്തെ विश्वास करवाया जाए, വീണ്ടും ഈ പ്രദേശത്ത് ഈ രാജ്യത്ത് സ്ഥാപിക്കുക എന്നതാണ്. മാത്രമല്ല ലോകത്തെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ യാഥാർത്ഥ്യത്തെ പരിചയപ്പെടുത്തുകയും വേണം. कि में അതിന്റെ യാഥാർത്ഥ്യം ലോകത്തോട് പറയേണ്ടതാണ്. जगह भी अल्लाह ताला के फजल से അള്ളാഹു നമുക്ക് मिली है। ഈ പ്രദേശത്ത് ये मस्जिद भी मोटरवे നമ്മുടെ പള്ളി നിർമ്മിക്കുന്നതിനുള്ള തൗഫീക്ക് നൽകുകയുണ്ടായി. बिल्कुल मोटरवे के ऊपर സ്ഥലവും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഉചിതമായ സ്ഥലത്താണ് ലഭിച്ചിരിക്കുന്നത്. अच्छे शरफा का इलाका ഈ പള്ളിയും റോഡിൽ നിന്ന് കാണാവുന്നതാണ്, റോഡിന്റെ അരികിൽ തന്നെയാണ്. എന്നാൽ हमसाये പട്ടണത്തിലെ പുതിയ ജനസാന്ദ്രതയുള്ള സ്ഥലത്തുമാണ്. നല്ല ചുറ്റുപാടാണ്, അയൽവാസികളും മാന്യരാണ്. उठाना चाहिए। അള്ളാഹു सिर्फ നല്ല അയൽക്കാരെയാണ് നൽകിയിരിക്കുന്നത്. ഇതും അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ്. खूबसूरत मस्जिद बन അതിനാൽ ഇതിനെ നാം പ്രയോജനപ്പെടുത്തേണ്ടതാണ്. अपनी हालत വഴിയരികിൽ മനോഹരമായ പള്ളി നിർമ്മിച്ചു എന്നതിൽ മാത്രം സന്തോഷിക്കരുത്. സ്വന്തം अपनी അവസ്ഥകളെ ശ്രദ്ധിക്കുക. ये आयात जो मैंने तिलावत की हैं സ്വന്തം ആരാധനകളെയും ശ്രദ്ധിക്കുക. और हज़रत इस्माईल സ്വന്തം ഉത്തരവാദിത്തങ്ങളെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. तरीक अल्लाह ताला के ഞാൻ പാരായണം ചെയ്ത ഈ വചനത്തിൽ ഹദ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം, अदा करने का हमें ഹദ്രത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമും
മനോഹരമായ साथ ही ഈ ദൈവിക ഭവനം നിർമ്മിച്ചതിനു ശേഷം दुआओं का तरीक और उस അതിന്റെ അവകാശം നിറവേറ്റുന്നത് എങ്ങനെയെന്ന് നമ്മോട് പറയുന്നു. गौर करने की हमें जरूरत है. അതോടൊപ്പം അവകാശം നിറവേറ്റുന്നതിനായി ദുആയുടെ രീതിയും अल्लाह ताला के घर അതിലേക്ക് ശ്രദ്ധയും പറഞ്ഞു തന്നിരിക്കുന്നു. हमें से पैदा होते चले जाए. അതിലേക്ക് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ തലമുറ തലമുറകളായി അള്ളാഹുവിന്റെ ഭവനത്തിന്റെ അവകാശം പൂർത്തിയാക്കുന്നവർ നമ്മിൽ നിന്ന് ജന്മമെടുക്കുകയുള്ളൂ. तो ये दुआ मांग रहे थे कि रब्बना तकब्बल मिन्ना അള്ളാഹു പറയുന്നു, इन्नका अंतस समीउल अलीम. അവർ കാബ മന്ദിരത്തിന്റെ बस ये शान ചുമരുകൾ പടുത്തുയർത്തിയപ്പോൾ ഇപ്രകാരം ദുആ ചെയ്യുകയായിരുന്നു, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. अल्लाह ताला के करीब और अल्लाह ताला ഇതാണ് वाले होते हैं. യഥാർത്ഥ ദൈവദാസരുടെ പ്രൗഢി. ഏറ്റവും കൂടുതലായി അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവരും ദൈവദാസരും പ്രവാചകന്മാരാകുന്നു. बेटा भी कुर्बानी कर रहा है, बीवी भी कुर्बानी कर रही है, लेकिन ये नहीं कह അവർ रहे വർഷങ്ങളായി ത്യാഗം സഹിക്കുന്നു. अरसा हो गया പിതാവും ത്യാഗം ചെയ്യുന്നു, പുത്രനും ത്യാഗം ചെയ്യുന്നു, ഭാര്യയും ത്യാഗം ചെയ്യുന്നു. तेरी खातिर എന്നാൽ ഞങ്ങൾ पे बना रहे हैं. ഇത്ര കാലമായി ത്യാഗം ചെയ്യുകയാണ്. बनता है ഇപ്പോൾ ഞങ്ങൾ നിന്റെ ഭവനം നിർമ്മിക്കുകയാണ്, നിനക്ക് വേണ്ടി और നിന്റെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിക്കുകയാണ്. फैशन पैदा फरमा. അതുകൊണ്ട് ഞങ്ങളുടെ ഓരോ ത്യാഗവും സ്വീകരിക്കേണ്ടതാണ്. जमात अहमदिया में तो അത് സ്വീകരിച്ച് ഞങ്ങൾക്കായി ജീവിത സുഖവും സൗകര്യവും നൽകണമേ എന്ന് പറയുന്നില്ല. रिवाज है कि जरा सी कुर्बानी की അഹമ്മദത്തിൽ ഈ സമ്പ്രദായമേ ഇല്ല. ये कोशिश होती है कि എന്നാൽ മറ്റ് മുസ്ലിങ്ങൾ അല്പം ത്യാഗം സഹിച്ചാൽ, रुपए 2 रुपए 4 रुपए दे के भी मस्जिद അല്പം കുർബാന ചെയ്താൽ അതിനുശേഷം പിന്നീട് അത് വിളംബരപ്പെടുത്തുന്ന രീതി നിലവിലുണ്ട്. 1 2 4 രൂപ കൊടുത്താൽ പള്ളിയിൽ വിളംബരപ്പെടുത്തുന്നു. हमारे सामने വലിയ കുർബാനയാണെങ്കിൽ ധാരാളം അഭിമാനത്തോടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. नबियों के जरिए से पेश फरमाया എന്നാൽ നമ്മുടെ മുമ്പിൽ ये അള്ളാഹു ഈ 2 പ്രവാചകൻ മുഖേന की खातिर സമർപ്പിച്ച മാതൃക എന്താണെന്ന് നോക്കുക. बाप बेटे को अल्लाह ताला की खातिर ज़िबा करने को तैयार है और ये सब മകൻ कुछ हो रहा है. അള്ളാഹുവിനു വേണ്ടി അറുക്കപ്പെടാൻ തയ്യാറാകുന്നു. പിതാവ് അള്ളാഹുവിനു വേണ്ടി മകനെ അറുക്കാൻ തയ്യാറാകുന്നു. का मयार आगे बढ़ता है. ഇതെല്ലാം സംഭവിക്കുന്നത് अरसा മകൻ ചെറുപ്രായത്തിലായിരുന്നപ്പോഴാണ്. गैर आबाद जगह में വാർദ്ധക്യത്തിലുണ്ടായ സന്താനമായിരുന്നു. പിന്നീട് ത്യാഗത്തിന്റെ നിലവാരം മുന്നോട്ട് ഗമിക്കുന്നു. ഒരു നീണ്ടകാലം ഭാര്യയെയും മകനെയും വിജനമായ സ്ഥലത്ത് ത്യാഗം സഹിക്കാനായി വിടുന്നു. और फिर वो പട്ടിണിയാലും ദാഹത്താലും ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സ്ഥലമായിരുന്നു അത്. कुर्बानी को പിന്നീട് बताता है. അള്ളാഹു अगर उनके लिए ഭാര്യയുടെയും മകന്റെയും ത്യാഗത്തെ സ്വീകരിക്കുന്ന उनके लिए സമയം വരുന്നു. सामान मुहैया फरमाता है. फिर अल्लाह ताला അവർക്കായി खाना काबा की तमीर भी शुरू हो जाती है. മുമ്പ് സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർക്കായി ഭക്ഷണ പാനീയങ്ങൾക്കുള്ള സംവിധാനം ഒരുക്കുന്നു. ये हद कर रहे हैं പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പനയാൽ കാബ മന്ദിരത്തിന്റെ നിർമ്മാണവും ആരംഭിക്കുന്നു. നിർമ്മിക്കുന്നവർ കേവലം 2 വ്യക്തികളാണ്. ഈ നിർമ്മാണത്തോടൊപ്പം खुदा മടക്കത്തിനുള്ള തങ്ങളുടെ എല്ലാ മാർഗങ്ങളും അടയുന്നതാണെന്ന് പ്രതിജ്ഞയെടുക്കുന്നു. ഇനി ഞങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ ഭവനത്തെ സജീവമാക്കുക बनानी है जो എന്നതാണ്. मोमिनीन की आबादी हो, जो नेक लोगों की आबादी हो, ഇവിടെ अल्लाह ताला को याद करने वालों വിശ്വാസികളെ കൊണ്ട് ജനനിബിഡമാക്കണം. हक अदा करने वालों की आबादी हो. അവർ സൽപ്രകൃതക്കാരും അള്ളാഹുവിനെ സ്മരിക്കുന്നവരും അവന്റെ അവകാശങ്ങളെ പൂർത്തിയാക്കുന്നവരും ആയിരിക്കണം. करने वालों അങ്ങനെയുള്ളവരെ കൊണ്ടായിരിക്കും ജനനിബിഡമാക്കേണ്ടത്. അള്ളാഹുവിന്റെ ആരാധനയിൽ പാരമ്യതയിൽ എത്തിയവരായിരിക്കണം. बस ये लोग थे जो अल्लाह ताला के हुक्म से अल्लाह ताला का घर बना रहे थे और आजिज़ी और अल्लाह ताला की मोहब्बत का ये ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയാൽ അള്ളാഹുവിന്റെ ഭവനത്തെ നിർമ്മിച്ചവർ ഇവരാണ്. इस कोशिश को कबूल വിനയവും ദൈവസ്നേഹവും എത്രത്തോളമെന്നാൽ हम पर അവർ ദുആ ചെയ്യുന്നു, कर ले. അള്ളാഹുവെ ഞങ്ങളുടെ ഈ ത്യാഗത്തെ ഈ പരിശ്രമത്തെ നീ സ്വീകരിക്കണേ. बस ये सबक है कुर्बानी का നിന്റെ സവിശേഷ കാരുണ്യത്താൽ ഞങ്ങളിൽ കരുണ ചെരിഞ്ഞുകൊണ്ട് अल्लाह के हुजूर झुक ഇതിനെ സ്വീകരിക്കണേ. उस कुर्बानी की ഈ സ്വീകാര്യത ഞങ്ങളെ കൂടുതൽ നിന്റെ സമീപസ്ഥരാക്കണേ.
ത്യാഗം ചെയ്തുകൊണ്ട് ഈ പാഠമാണ് നൽകുന്നത്. പിന്നീട് വിനീതരായി അള്ളാഹുവിന്റെ സവിധത്തിൽ കുമ്പിട്ടുകൊണ്ട് പ്രസ്തുത ത്യാഗത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നു. और दुआ है ഈ തത്വമാണ് ഓരോ ചുവടുവെപ്പിലും നാം പരിഗണിക്കേണ്ടത്. हम जो इस जमाने ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഈ ചിന്തയും ദുആയും जिसको ഇന്ന് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് कामिल നാം और इश्क मोहब्बत ഈ കാലഘട്ടത്തിലെ ഇബ്രാഹിമുമായി ബന്ധം സ്ഥാപിച്ചവരാണ്. इस जमाने അദ്ദേഹത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണ അനുസരണത്തിന്റെയും उसकी असल दीवार അനുരക്തിയുടെയും ഫലമായി അള്ളാഹു ബഹുമതി നൽകി ഇക്കാലഘട്ടത്തിലെ ഇബ്രാഹിമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം ദീനിനെ नजारे देखते हैं, അതിന്റെ യഥാർത്ഥ ചുവരുകളിൽ പടുത്തുയർത്തി കാണിച്ചു. इतना अमल करने वाला हो तो उसकी काया पर അഥവാ യഥാർത്ഥമായ നിലയിൽ की खूबसूरती को അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ പരിവർത്തനമുണ്ടാകുന്ന തരത്തിൽ बनाकर അതിനെ പടുത്തുയർത്തി എന്നതിന് നാം സാക്ഷിയാണ്. നിത്യേന നാം അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം ദീനിന്റെ സൗന്ദര്യത്തെ നിത്യേന പ്രകാശിതമാക്കി മഹത്വവും പ്രൗഢവുമാക്കിക്കൊണ്ട് കാണിക്കുകയും बस आज इस इब्राहिम के जरिए തൽഫലമായി നിങ്ങൾ സമർപ്പിക്കുന്ന ഇസ്ലാമാണ് യഥാർത്ഥമെങ്കിൽ ഞങ്ങളുടെ വാക്കുകൾ പിൻവലിക്കുന്നു എന്ന് അമുസ്ലിങ്ങൾ പറയാൻ തുടങ്ങുകയും ചെയ്തു. यहाँ पर जाहिर हो रही है. ചുരുക്കത്തിൽ ഇന്ന് ഈ ഇബ്രാഹിം മുഖേന കാബ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ദേശവും പൂർത്തിയായിരിക്കുന്നു. ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനങ്ങളുടെ തിളക്കവും ലോകത്ത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ഇതേ ഉദ്ദേശത്തെ പൂർത്തിയാക്കുന്നതിനായി ലോകത്ത് നിർമ്മിക്കപ്പെടുന്ന നമ്മുടെ പള്ളിയും സാക്ഷിയാണ്, ആകേണ്ടതുമാണ്. रसूल का മസ്ജിദ് ബൈത്തുർ റഹ്മാൻ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ പള്ളി बस ये मस्जिद ഇന്ന് जहां हम ഇതേ ഉദ്ദേശ പൂർത്തീകരണത്തിനുള്ള മാധ്യമമായിരിക്കുകയാണ്. उसकी तामीर के मकसद को पूरा करने की तरफ ഈ പള്ളി तवज्जो दिला നാം അള്ളാഹുവിന്റെ സവിധത്തിൽ वहां हमें വിനീതരായി കുമ്പിട്ടുകൊണ്ട് അതിന്റെ നിർമ്മാണത്തെ പൂർത്തിയാക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതോടൊപ്പം जिम्मेदारियों को पूरा करें, നാം നമ്മുടെ പ്രതിജ്ഞ പൂർത്തിയാക്കേണ്ടതാണെന്നതിലേക്കും पूरा करें. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതാണെന്നതിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു. मकासद को हासिल कर सकते हैं. അഥവാ നാം നമ്മുടെ പ്രതിജ്ഞയെയും ഉത്തരവാദിത്തത്തെയും പൂർത്തിയാക്കുകയാണെങ്കിൽ മാത്രമേ और हजरत നമുക്ക് के आशिक सादिक ഉദ്ദേശത്തെ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. अहद बैत നാം വിളംബരം ചെയ്യുന്നു, അല്ലയോ മുഹമ്മദിന്റെ മസീഹെ, और तौहीद നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രേമിയെ, की तामीर की वजह से ദീനിനെ ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നതാണെന്നും തൗഹീദിനെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതാണെന്നും ഞങ്ങൾ താങ്കളോട് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അത് ഈ പള്ളിയുടെ നിർമ്മാണത്തിലൂടെ ലോകത്തിന് ഇസ്ലാമിലേക്ക് ശ്രദ്ധയുണ്ടാകുകയും തബ്ലീഗിന്റെ മാർഗങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിന്റെ കടമകൾ പൂർത്തിയാക്കി എല്ലാത്തരം കഴിവുകളെയും പരിപോഷിപ്പിച്ചുകൊണ്ട് ഈ തൗഹീദിനെ സ്ഥാപിക്കുന്നതും രാജ്യത്തെ നിവാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകയിൽ കൊണ്ടുവരുന്നതും ഞങ്ങളുടെ പ്രഥമ കടമയായിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാം കേൾക്കുകയും അറിയുന്നവനുമായ അല്ലാഹുവേ, ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ കടമകൾ നിറവേറ്റുന്ന തൗഫീക്ക് നൽകണേ. बनाने के मकासद हैं. ഈ ഭവനത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പള്ളിയെ നിന്റെ ഭവനം നിർമ്മിക്കുന്നതിലുള്ള ഉദ്ദേശത്തെ പൂർത്തിയാക്കുന്നതാക്കി മാറ്റണമേ. करते हुए हमारी नाअहलियों से നീ സർവജ്ഞനാണ്. ഞങ്ങളുടെ ന്യൂനതകളെയും അജ്ഞതകളെയും കുറിച്ച് നിനക്കറിയാം. मकासद को അതിനാൽ ഞങ്ങളുടെ ദുആ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ അറിവില്ലായ്മയെ അവഗണിച്ചുകൊണ്ട് मस्जिद खूब ഞങ്ങളെ പള്ളി നിർമ്മാണത്തിന്റെ ഉദ്ദേശത്തെ പൂർത്തിയാക്കുന്നവരാക്കണമേ. काम आ सकती हैं जब हम उसका हक अदा करने वाले പള്ളിയുടെ സൗന്ദര്യവും പള്ളിയുടെ വിശാലതയും നാം പള്ളിയുടെ അവകാശങ്ങൾ പൂർത്തിയാക്കുന്നവരാക്കുമ്പോഴാണ് പ്രയോജനപ്പെടുക. मस्जिद को आबाद करके अल्लाह ताला की इबादत करने वाले हम हों, അവകാശങ്ങൾ പൂർത്തിയാക്കുന്നതിനായി के हकूक अदा करें. പള്ളിയെ ജനനിബിഡമാക്കിക്കൊണ്ട് प्यार നാം അള്ളാഹുവിനെ फिरोग ആരാധിക്കുന്നവർ ആകുന്നതോടൊപ്പം അള്ളാഹുവിന്റെ ദാസരുടെ അവകാശങ്ങളും പൂർത്തിയാക്കുന്നവരാകേണ്ടതാണ്. हकीकी तालीम की अमली സ്നേഹത്തെയും ഇഷ്ടത്തെയും സഹോദര്യത്തെയും അഭിവൃദ്ധിപ്പെടുത്തുന്നവരാകണം. ഇസ്ലാമിന്റെ लोगों की तवज्जो യഥാർത്ഥ അധ്യാപനം നമ്മിൽ നിന്ന് പ്രകടമാകുന്നതിനായി इनको ജനങ്ങളുടെ ശ്രദ്ധ समझने की നമ്മിലേക്ക് ആകർഷിക്കുന്നതിനായി ए अल्लाह ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനങ്ങളെ ലോകം മനസ്സിലാക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നതിനു വേണ്ടി इस मस्जिद की आबादी की रूह को അള്ളാഹുവേ, നീ എല്ലാം കേൾക്കുന്നവനാണ്. हमें दिखा दे.
പള്ളിയുടെ ബാഹ്യ മനോഹാരിതയേക്കാൾ കൂടുതൽ ഈ പള്ളിയുടെ ജനനിബിഡതയുടെ ആത്മാവിനെ മനോഹരമാക്കി ഞങ്ങളെ കാണിക്കണേ എന്ന ഞങ്ങളുടെ ദുആയും സ്വീകരിക്കണമേ. യഥാർത്ഥത്തിൽ ഈ പള്ളിയുടെ നിർമ്മാണത്തിന്റെ ആത്മാവ് വാസ്തവത്തിൽ നമ്മിൽ സംജാതമാകുകയാണെങ്കിൽ सदियों मुसलमानों की हुकूमत ഏതൊരുദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ പള്ളി നിർമ്മിച്ചത് ആ ഉദ്ദേശം കരസ്ഥമാക്കുന്നവരായി നാം മാറുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങളുടെ ഭരണം നിലനിന്നപ്പോൾ വലിയ വലിയ മനോഹരങ്ങളായ പള്ളികൾ മുസ്ലിങ്ങൾ നിർമ്മിച്ചു. കുർത്തുബയിലെ പള്ളി കണ്ടാൽ മനുഷ്യൻ ആശ്ചര്യപ്പെട്ടു പോവുകയും इस्लाम की അതുപോലെ മറ്റു പള്ളികളും മനുഷ്യവാസം ഉണ്ടായിരുന്നിടത്തെല്ലാം വലിയ വലിയ പള്ളികൾ നിർമ്മിച്ചിരിക്കുന്നു. मफकूद हो गई ഇസ്ലാമിന്റെ तो वही യഥാർത്ഥ അധ്യാപനങ്ങളുടെ ആത്മാവ് का नाम लिया जाता था, या तो मिस्मार ആ പള്ളികളിൽ വരുന്നവരിൽ നിന്നും या നഷ്ടപ്പെട്ടു പോയി. जगह बन गई. അതിനാൽ कुर्तबा की मस्जिद ഏകനായ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചിരുന്ന അതേ പള്ളികൾ ഒന്നുകിൽ നശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ വിഗ്രഹാരാധനയുടെ കോട്ടകളായി മാറി. की खूबसूरती और मजबूती में जरा भी फर्क नहीं आया. കുർത്തുബയിലെ പള്ളി തന്നെ നോക്കുക, അത്ഭുതം തോന്നുന്നു. എത്ര മനോഹരവും സുദൃഢവുമായ കെട്ടിടമാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു കടന്നിട്ടും അതിന്റെ മനോഹാരിതയിലും ദൃഢതയിലും അല്പം പോലും വ്യത്യാസം വന്നിട്ടില്ല. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നത് ക്രിസ്ത്യൻ പള്ളിയായി മാറിക്കഴിഞ്ഞു. जो इस इमारत में आने वालों और ഞാൻ പറഞ്ഞതുപോലെ യഥാർത്ഥ വസ്തുത കെട്ടിടമല്ല. യഥാർത്ഥ വസ്തുത ആ കെട്ടിടത്തിൽ വരുന്നവരുടെയും തങ്ങുന്നവരുടെയും ആത്മാവാകുന്നു. की अजमत को हमने कायम रखना है. മുസ്ലിങ്ങളിൽ ആ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ പള്ളികൾ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലായി. इसकी रूह को कायम അഥവാ ഈ പള്ളിയുടെ മഹത്വത്തെ നമുക്ക് നിലനിർത്തണമെങ്കിൽ एक मेहनत से നിശ്ചയമായും നിലനിർത്തുന്നതാണ് ഇൻഷാ അല്ലാ. अल्लाह ताला के हुजूर ये दुआ करनी हो. അങ്ങനെയെങ്കിൽ ആ ആത്മാവിനെ നിലനിർത്താൻ ശ്രമിക്കണം. അതിനായി തീവ്രമായി ശ്രമിക്കേണ്ടതായി വരും. रूह को അള്ളാഹുവെ कायम करने वाले ഈ हमेशा पल्ली फरमाता रहे ताकि क़यामत तक ये तौहीद का मरकज रहे. ഖിയാമത്ത് നാൾ വരെ तौहीद के नारे തൗഹീദിന്റെ കേന്ദ്രമായിരിക്കുന്നതിനായി खुदा की नजर में പള്ളിയുടെ ആത്മാവിനെ നിലനിർത്തുന്നവരെ എപ്പോഴും ജനിപ്പിച്ച് കൊണ്ടിരിക്കണേ हासिल किया जा सकता है. എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. फिर दूसरी തൗഹീദിന്റെ आयत में हम देखते हैं നാദം ഇവിടെ ഉയരണമേ. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നമ്മുടെ ത്യാഗങ്ങൾ സ്വീകരിക്കണമെങ്കിലേ साथ ഈ ഉദ്ദേശം യഥാർത്ഥത്തിൽ കരസ്ഥമാവുകയുള്ളൂ. ना सिर्फ പിന്നീട് രണ്ടാമത്തെ വചനത്തിൽ നാം കാണുന്നത് अपने तक ഈ സാത്വികരായ പ്രവാചകന്മാർ തങ്ങളുടെ ദുആകളെ ദൈവഭവനത്തിന്റെ നിർമ്മാണത്തോടൊപ്പം मौसी किया. സ്വയം बस ये है दुआ का तरीक തങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തുന്നില്ല. तरक्की करने മറിച്ച് ആ ദുആയെ തങ്ങളുടെ സന്താനങ്ങൾക്കും തലമുറകൾക്കുമായി വസിയത്ത് ചെയ്യുന്നു. ഇതാണ് ദുആയുടെ രീതി. की सोच ഇതാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നതിനുള്ള തലമുറകളോളം വിജയം കൈവരിക്കുന്നതിനുള്ള ചിന്ത. अगर ये फिक्र और सोच होगी तो इंशाअल्लाह ताला हमारी कामयाबी है. ഈ ചിന്തയും വിചാരവും ഉണ്ടെങ്കിൽ और फिर ये दुआ ഇൻഷാ അല്ലാഹ് തആല हमारी ज़ुर्रियत को भी नेकियों पर कायम रख. നമുക്ക് വിജയത്തിനുമേൽ വിജയമായിരിക്കും. घर की आबादी का मकसद हासिल होगा. പിന്നീട് ഞങ്ങളുടെ സന്തതികളെയും നന്മയെ നിലനിർത്തണേ എന്ന ദുആയുമുണ്ടെങ്കിലേ ഈ ഭവനത്തിന്റെ സജീവതയുടെ ഉദ്ദേശം പൂർത്തിയാവുകയുള്ളൂ. ഡോക്ടർ സാബ് ഇവിടെ ഉണ്ടോ? बहरहाल ठीक है, फिक्र की जरूरत അവിടെ പോയി നോക്കുക. अब आप बाकी सारे बैठ जाएं, छोड़ दें जगह. लिटा के पैर मारें, ठीक हो. പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. सर्कुलेशन ठीक नहीं थी. മറ്റുള്ളവർ അവിടെ തന്നെ ഇരിക്കുക. ആ സ്ഥലം കാലിയാക്കുക. കിടത്തിക്കൊണ്ട് കാല് നല്ലവണ്ണം തടയുക. ശരിയായേക്കാം. ഡ്യൂട്ടി കാരണത്താൽ സർക്കുലേഷൻ ശരിയായിട്ടുണ്ടാവില്ല. तो बहरहाल जो मैं कह रहा था कि ये अपनी अगर ये सोच और फिक्र हमें कायम रहेगी तो इंशाअल्लाह ताला हमारी कामयाबियां हैं. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് हमें ये भी दुआ भी करनी चाहिए कि अल्लाह ताला ഈ हमारी ചിന്ത നിലനിൽക്കുകയാണെങ്കിൽ नेकियों पर कायम रखे ഇൻഷാ അല്ലാഹ് തആല നമുക്ക് വിജയമായിരിക്കും. ताकि ഈ ഭവനത്തിലെ ഉദ്ദേശം എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനായി पता चला जाए അള്ളാഹു നമ്മുടെ സന്താനങ്ങളെയും നന്മയെ നിലനിർത്തട്ടെ എന്നും ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. कि कबूलियत तब होगी जब हुकूकुल्लाह और हुकूकुल इबाद अदा करने वाले लोग നമ്മുടെ हमारी नस्लों में തലമുറകളിൽ നിന്ന് അള്ളാഹുവിനോടും हमारी नस्लों സൃഷ്ടികളോടുമുള്ള കടമകൾ പൂർത്തിയാക്കുന്നവർ ജനിച്ചുകൊണ്ടിരുന്നാലേ ത്യാഗങ്ങൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ആരാധനകൾ അനുഷ്ഠിക്കുന്നവർ നമ്മുടെ തലമുറകളിൽ നിന്ന് ജനിച്ചുകൊണ്ടിരിക്കണം. में दुआ करें അള്ളാഹു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന വിധത്തിൽ
ആരാധനകൾ അനുഷ്ഠിക്കുന്നവർ ജനിച്ചുകൊണ്ടിരിക്കണം. का हुक्म दिया है और तरीक सिखाया है. जो दुआ इन लोगों ने भी की थी, അള്ളാഹു ഈ ആരാധനകൾക്കുള്ള കൽപ്പന നൽകിയിരിക്കുന്നു, അതിന്റെ രീതി പഠിപ്പിച്ചു തന്നിരിക്കുന്നു. वारेना मनासिकना ഈ പ്രവാചകന്മാരും ഈ ദുആ ചെയ്തിരുന്നു. ये दुआ ഞങ്ങൾക്കും ആ മാർഗം പഠിപ്പിച്ചു തരണം. हकीकत यही है. വ അരിനാ മനാസിക്കന, बातों और कुर्बानियों के तरीक ഞങ്ങളുടെ ആരാധനയുടെ से समझ आते हैं. ആരാധനയുടെയും ത്യാഗത്തിന്റെയും വിധങ്ങൾ കാണിച്ചു തരണമേ. ഈ ദുആ നാമും ചെയ്യേണ്ടതാണ്. യഥാർത്ഥത്തിൽ ആരാധനയുടെയും ത്യാഗത്തിന്റെയും രീതി അള്ളാഹുവിന്റെ മാർഗദർശനത്തിനാലാണ് മനസ്സിലാകുന്നത്. അതിന്റെ ഗഹനതയിൽ ചെന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള तरीक है. ഉൾക്കാഴ്ചയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താലാണ് ലഭിക്കുക. लेकिन यही नमाजी हैं जिनके बारे में अल्लाह ताला फरमाता है, നമസ്കാരത്തിനും പല രീതിയിലുണ്ട്. പള്ളിയിൽ ജനങ്ങൾ വരുന്നു, ആരാധന നിർവഹിക്കുന്നു. എന്നാൽ ഇതേ നമസ്കരിക്കുന്നവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, बस अल्लाह ताला അവരുടെ നമസ്കാരങ്ങൾ അവരുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്, हमें अदा करने की അവർക്കായി നാശത്തിനുള്ള ഹേതുവായി മാറുന്നതാണ്. उसकी नजर में मकबूल हो അതിനാൽ और फिर सिर्फ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തേടിക്കൊണ്ട് हर काम जो खुदा അവന്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമായ നമസ്കാരം അനുഷ്ഠിക്കാനായി നാം ശ്രമിക്കേണ്ടതാണ്. चाहे वो हुकूकुल നമസ്കാരം മാത്രമല്ല, അള്ളാഹുവിനെ പ്രാപിക്കാനായി ചെയ്യപ്പെടുന്ന എല്ലാം തന്നെ ആരാധനയായി മാറുന്നു. സൃഷ്ടികളോടുള്ള കടമകളാണെങ്കിൽ പോലും याद रखनी चाहिए. ഇക്കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് അനിവാര്യമാകുന്നു. को समझकर ही हम तौहीद के पैगाम को ആരാധനയുടെ ആത്മാവിനെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ फैसलों में നമുക്ക് തൗഹീദിന്റെ സന്ദേശത്തെ പ്രചരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. लिए जैसा कि हज़रत इब्राहीम നമ്മുടെ बाकी है. തലമുറകളിൽ ഈ സന്ദേശത്തെ രൂഢമൂലമാക്കാനും സാധിക്കുകയുള്ളൂ എന്നതും നാം ഓർക്കേണ്ടതാണ്. അതിനായി ഹദ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തതുപോലെ തലമുറക്കായി വളരെ വ്യാകുലപ്പെട്ടുകൊണ്ട് ദുആ ചെയ്യേണ്ടതുണ്ട്. നാം അഹമ്മദികൾ നമ്മുടെ യോഗങ്ങളിൽ എല്ലാ ത്യാഗങ്ങൾക്കായും സന്നദ്ധരായിരിക്കുന്നതാണ് എന്ന പ്രതിജ്ഞ ചെയ്യാറുണ്ട്. करने वाले ग्रोह पैदा ഈ പ്രതിജ്ഞയുടെ ആത്മാവിനെ നമ്മുടെ തലമുറകളിലേക്ക് പകർത്തേണ്ടതുണ്ട്. ദീനിന്റെ പ്രചരണത്തിനായി ത്യാഗങ്ങൾ സമർപ്പിക്കുന്ന സംഘങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നതിനായി और ये भी एक मतलब മാറിക്കൊണ്ടിരിക്കുന്ന दुआ का वारेना അവസ്ഥകൾക്കനുഗുണമായി ത്യാഗത്തിന്റെ രീതിയും മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് ഓർക്കണം. ഈ ദുആയുടെ, അതായത് വാരിന മനാസിക്കൻ എന്നതിന്റെ ഒരർത്ഥവും ഇതാണ്. भी किया സ്പെയിനിൽ ആദ്യം പ്രവേശിച്ച മുസ്ലിങ്ങൾ लिए आए थे और फिर वो आगे फैलते चले गए. സഹായത്തിനായി വന്നതായിരുന്നു, ജിഹാദും ചെയ്തു. बार का जिहाद किया उन्होंने. तो आज സഹായം എത്തിക്കാൻ വന്നവരായിരുന്നു. कुर्बानियां പിന്നീട് വിശാലമായി കൊണ്ടിരുന്നു. വാളുകൊണ്ടുള്ള ജിഹാദും ചെയ്തു അവർ. माली कुर्बानियां करके ഇന്നത്തെ ത്യാഗങ്ങൾ मसाजिद की तामीर के लिए തബ്ലീഗിന്റെ ജിഹാദ് മുഖേനയാണ് വേണ്ടത്. സാഹിത്യ പ്രസിദ്ധീകരണത്തിനായി സാമ്പത്തിക ത്യാഗവും ചെയ്യുന്നു. मुताबिक പള്ളികളുടെ നിർമ്മാണത്തിനായി बदल जाती है. സാമ്പത്തിക ത്യാഗം ചെയ്യുന്നു. इब्राहीम अलैहिस्सलाम की इस दुआ को ത്യാഗത്തിന്റെ രീതി അവസ്ഥക്കനുസൃതമായി यहीं बदलते हुए മാറിക്കൊണ്ടിരിക്കുന്നു. अपनी रजा के हसूल के लिए कुर्बानियों और इबादतों के तरीके हमें सिखा. ഞങ്ങളെ ത്യാഗത്തിന്റെ രീതി പഠിപ്പിക്കണേ. कुरान करीम में മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥക്കനുസരിച്ച് हमें ये हसूली നിന്റെ हिदायत अल्लाह ताला ने फरमा दी. സംതൃപ്തി കരസ്ഥമാക്കുന്നതിനായി ത്യാഗത്തിന്റെ ആരാധനയുടെ വിധം നീ ഞങ്ങൾക്ക് പഠിപ്പിക്കണേ എന്ന ഹദ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ വിശുദ്ധ ഖുർആനിൽ സുരക്ഷിതമാക്കിക്കൊണ്ട് ത്യാഗങ്ങൾ അവസ്ഥയ്ക്കനുസരിച്ച് ചെയ്യണം. നന്മകൾ അള്ളാഹുവിന്റെ സംതൃപ്തിയെ കരസ്ഥമാക്കുന്നതായിരിക്കണം എന്ന അടിസ്ഥാന തത്വം നമ്മെ പഠിപ്പിക്കുകയാണ്. किसी को सबसे बड़ी नेकी ये बयान फरमाई कि तहज्जुद पढ़ा करो. किसी को फरमाया അതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ये है ചിലരോട് ഏറ്റവും വലിയ നന്മ തഹജ്ജുദ് നമസ്കരിക്കുന്നതാണെന്നും जिस नेकी की कमी हो ചിലരോട് ഏറ്റവും വലിയ നന്മ ജിഹാദ് ചെയ്യുന്നതാണെന്നും പറഞ്ഞത്. वही उसके लिए मुनासिब हाल. അതായത് ആരിൽ ഏത് നന്മയുടെ കുറവാണ് ഉള്ളത്, അയാൾക്ക് അതാണ് ഏറ്റവും വലിയ നന്മ. बस इस അതാണ് അയാൾക്ക് ഉചിതമായ ആരാധനാവിധം. और अपनी नस्ल അതാണ് അയാൾക്ക് ഉചിതമായ किस्म की ത്യാഗം. कमजोरियों को दूर करने ചുരുക്കത്തിൽ ഈ ദുആയിൽ തങ്ങൾക്കും कोशिश पर തങ്ങളുടെ തലമുറകൾക്കും എല്ലാ തരത്തിലുള്ള ദൗർബല്യങ്ങളെ ദൂരീകരിക്കുന്നതിനും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനുമുള്ള ശ്രമത്തിൽ വളരെയധികം ഊന്നൽ നൽകിയിരിക്കുകയാണ്. बातों के मयार हासिल कर सकता മനുഷ്യൻ സ്വന്തം പ്രയത്നത്താൽ है, कुर्बानियों के मयार हासिल कर सकता ആരാധനയുടെ നിലവാരം കരസ്ഥമാക്കാൻ സാധിക്കുന്നതല്ലെന്നും
कि तुबा लेना ത്യാഗത്തിന്റെ നിലവാരം കരസ്ഥമാക്കാൻ സാധിക്കുന്നതല്ല എന്നും എപ്പോഴും ഓർക്കേണ്ടതാണ്. फिर नेकी से नेकी അതിനാൽ വതുബ് അലൈന എന്ന ദുആയുണ്ട്. പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളിലേക്ക് ചായണേ, ഞങ്ങളുടെ നന്മകളെ സ്വീകരിക്കുകയും പിന്നീട് നന്മയിൽ നിന്ന് നന്മ ഉടലെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണമേ. ഒരു നന്മയിൽ നിന്ന് അടുത്ത നന്മ പുറപ്പെട്ടുകൊണ്ടിരിക്കണം. ത്യാഗത്തിൽ നിന്ന് ത്യാഗം പുറപ്പെടട്ടെ. और ये നിന്റെ സംതൃപ്തിയെ കാംക്ഷിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ. മറ്റുള്ളവരെ കാണിക്കുന്നതിനാകാതിരിക്കട്ടെ. बातों और कुर्बानियों को ഈ ആരാധന പിന്നീട് ഞങ്ങളുടെ ചിന്തയുടെ സത്തയാകട്ടെ. हमेशा अपनी गलतियों और നമ്മുടെ ആരാധനകളെയും ത്യാഗങ്ങളെയും ഈ നിലവാരത്തിൽ ചെയ്യുന്നവരായി മാറിയാൽ നാം സുഹൃതവാന്മാരായിരിക്കും. अपनी नस्ल എപ്പോഴും നമ്മുടെ അലസതയിൽ നിന്നും തെറ്റുകളിൽ നിന്നും അനീതിയിൽ നിന്നും അള്ളാഹുവിന്റെ അഭയത്തിൽ വരുന്നതിനായി ദുആ ചെയ്യുന്നവരാകട്ടെ. और ये उसी നമ്മുടെ തലമുറകളുടെ ഹൃദയങ്ങളിൽ दिलों में അള്ളാഹുവിനോടും അവന്റെ ആരാധനയോടും സ്നേഹം സംജാതമാക്കുന്നവരാകട്ടെ. की तरफ तवज्जो देने നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടെങ്കിലേ അത് സാധ്യമാകൂ. छोड़ने वाले हों, नमाजों में सुस्तियों को दूर സൃഷ്ടികളോടുള്ള കടമയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നവരാകട്ടെ. नमाज जो हमारे लिए अदा करनी मुश्किल വിദ്വേഷത്തെയും വെറുപ്പിനെയും അഹങ്കാരത്തെയും ഉപേക്ഷിക്കുന്നവരാകട്ടെ. നമസ്കാരത്തിലെ അലസതയെ ദൂരീകരിക്കുന്നവരാകട്ടെ. നമസ്കാരം അനുഷ്ഠിക്കാൻ പ്രയാസം തോന്നുന്ന ഓരോ നമസ്കാരത്തിനു വേണ്ടിയും പ്രത്യേകം ശ്രമിക്കുന്നവരാകട്ടെ. അഥവാ നമ്മിൽ नमाज अदा करने की तरफ तवज्जो देने वाले बन जाएं, ജമാഅത്തായ നമസ്കാരം അനുഷ്ഠിക്കുന്നതിൽ അലസതയുണ്ടെങ്കിൽ करने वाले नहीं, നമസ്കാരം ജമാഅത്തായി അനുഷ്ഠിക്കുന്നതിലേക്ക് ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. जो बहनों भाइयों और अजीजों ഇതാണ് നമ്മുടെ ത്യാഗങ്ങൾ. करने वाले नहीं, മാതാപിതാക്കളുടെ അവകാശങ്ങൾ നൽകാത്തവർ മാതാപിതാക്കളുടെ അവകാശങ്ങൾ നൽകുന്നവരാകട്ടെ. സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പ്രിയരുടെയും അവകാശങ്ങൾ നൽകുന്നവരല്ലെങ്കിൽ ആ കടമകൾ നിറവേറ്റുന്നവരാകട്ടെ. അയൽവാസികൾക്ക് അള്ളാഹു വലിയ പദവിയാണ് നൽകിയിരിക്കുന്നത്. അയൽവാസികളുടെ അവകാശങ്ങൾ നൽകുന്നവരായി മാറട്ടെ. അയൽവാസികളോടുള്ള ഓരോ അഹമ്മദിയുടെയും പെരുമാറ്റം അവരെ ഇസ്ലാമിലേക്കും അഹമ്മദത്തിലേക്കും ആകർഷിതരാക്കുമാറാകട്ടെ. और उसका हक अदा करने की कोशिश करते हुए ഓരോ അഹമ്മദിയുടെയും പരിശ്രമം ഇത്തരത്തിലായിരിക്കണം. होंगे तो तब भी हम हकीकी तौर पर ചുരുക്കത്തിൽ എല്ലാ നന്മകളെയും ചെയ്ത് അതിന്റെ അവകാശങ്ങളെ പൂർത്തിയാക്കുന്നതിനായി ശ്രമിക്കുന്നവരാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം അള്ളാഹുവിനോട് हम अल्लाह ताला के रहम അള്ളാഹുവെ ഞങ്ങളുടെ പശ്ചാത്തപം സ്വീകരിക്കണേ, करते हैं. ഞങ്ങളിൽ കരുണ ചെരിയണേ എന്ന് തേടുന്നവരായി മാറുവാൻ സാധിക്കുകയുള്ളൂ. ये नहीं कि सिर्फ अल्लाह ताला से रहम मांगते रहें, നാം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ആവശ്യക്കാരാകുമ്പോൾ करने वाले ना हों. മറ്റുള്ളവരുടെ മേലും കരുണ ചെയ്യേണ്ടി വരും. अगर एक मोमिन അല്ലാതെ അള്ളാഹുവിൽ നിന്ന് കാരുണ്യം തേടുകയും तो नेकियों നമ്മുടെ പരിധിയിൽ കാരുണ്യം ചെയ്യാത്തവരുമാകരുത്. अल्लाह ताला की बख्शिश के ചുരുക്കത്തിൽ ഒരു വിശ്വാസി പള്ളിയുടെ യഥാർത്ഥ നിലയിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നന്മയുടെ നവങ്ങളായ വാതിലുകൾ അവർക്കായി തുറക്കപ്പെടുന്നു. हमें इस तरफ तवज्जो दिलाने वाली होनी चाहिए. അള്ളാഹുവിന്റെ പാവപ്പൊറുതിയുടെ നവങ്ങളായ പ്രകടനം അവനിൽ ഉണ്ടാകുന്നു. അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിച്ച ഈ പള്ളി ഇന്ന് നമ്മെ ഇത് പ്രകടമാക്കുന്നതിലേക്ക് और अपने बच्चों को ശ്രമിക്കുന്നവരാക്കി മാറ്റേണ്ടതാണ്. इंशाअल्लाह ഈ പള്ളിയെ हक अदा करते ഇവിടെ വസിക്കുന്നവർ आबाद സ്വയം ജനനിബിഡമാക്കുകയും जाना मकसद തങ്ങളുടെ സന്താനങ്ങളാൽ ജനനിബിഡമാക്കുകയും ചെയ്യേണ്ടതാണ്. ഇൻഷാല്ലാ अल्लाह ताला करे അതിന്റെ അവകാശങ്ങളെ പൂർത്തിയാക്കിക്കൊണ്ട് അതിനെ ജനനിബിഡമാക്കേണ്ടതാണ്. പള്ളികളിൽ വരിക എന്നത് മാത്രമല്ല ഉദ്ദേശം, മറിച്ച് അതിന്റെ അവകാശത്തെ പൂർത്തിയാക്കുകയാണ് ഉദ്ദേശം. പള്ളികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും करने वाला അവന്റെ കാരുണ്യവും കരസ്ഥമാക്കുന്നവരായി നാം മാറട്ടെ. एक हदीस में आता है അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കുന്നവനും നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കുന്നവനുമാകട്ടെ. आयत है कि क्या मैं ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, अल्लाह ताला खताओं को मिटा देता है, ഹസ്രത്ത് അബൂ ഹുറൈറയിൽ നിന്നാണ് റിവായത്തുള്ളത്, പാപങ്ങളെ പൊറുപ്പിക്കപ്പെടുകയും പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്ന കർമ്മത്തെപ്പറ്റി ഞാൻ പറഞ്ഞു തരട്ടെയോ? चाहते हुए भी कामिल वजू करना, अच्छी तरह वजू करना और मस्जिद की तरफ പറഞ്ഞു തന്നാലും എന്ന് സഹാബാക്കൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനസ്സ് സമ്മതിക്കാത്ത സമയത്ത് പോലും നല്ലതുപോലെ വുദു എടുക്കുകയും പള്ളിയിലേക്ക് यानी കൂടുതൽ നടന്നു പോവുകയും ചെയ്യുക. പിന്നീട് ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരത്തിനായി പ്രതീക്ഷിച്ചിരിക്കുക. ഇത് റിബാത്താകുന്നു. അതായത് सिर्फ तवज्जो देने की जरूरत है. അതിർത്തിയെ സംരക്ഷിക്കുക, അതിർത്തിയിൽ കുതിരയെ കെട്ടിയിടുക. ഇതാണ് നിങ്ങൾക്കായുള്ള ജിഹാദ്. नफ्सों के खिलाफ जिहाद നമ്മിൽ നിന്ന് ഓരോരുത്തരും ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. मकसद को हमने हासिल करना है. ഇന്ന് अल्लाह ताला നമുക്ക് हम पहुंचाने का मकसद നമ്മുടെ നഫ്സിനെതിരെയുള്ള ജിഹാദിന്റെയും ആവശ്യമുണ്ട്.
इसकी तरफ ആ ഉദ്ദേശത്തെ നാം കരസ്ഥമാക്കേണ്ടതാണ്. अल्लाह ताला की मदद के बगैर അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളതും ഒരു ജിഹാദാണ്. അതിലേക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. हक अदा करने से होता है। അള്ളാഹുവിന്റെ സഹായമില്ലാതെ നമുക്ക് വിജയിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം करने वाले हम बने। അവന്റെ ആരാധനയുടെ അവകാശം പൂർത്തിയാക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത്. नफ्स का भी അതിനാൽ നമസ്കാരത്തെ സംരക്ഷിക്കുന്നവരാകുമ്പോഴാണ് അവന്റെ അനുഗ്രഹത്തെ കരസ്ഥമാക്കുന്നവരായി നാം മാറുക. विषय में അപ്പോഴാണ് നഫ്സിന്റെ ജിഹാദിലും അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കുന്ന ജിഹാദിലും ഭാഗവാക്കാകുന്നവരായി നാം മാറുകയുള്ളൂ. बुराइयों से बचा ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ മനുഷ്യന് ഏറ്റവും അനിവാര്യമായത് ഈ ജിഹാദാകുന്നു. खुदा ताला की ഈ ജിഹാദാണ് നമ്മെ സമൂഹത്തിലെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തി और हमारी ദൈവസവിധത്തിൽ സന്നിഹിതരാക്കുന്നവരാക്കി മാറ്റുന്നത്, पाक और അള്ളാഹുവിന്റെ തൃപ്തിയെ കരസ്ഥമാക്കുന്നവരാക്കി മാറ്റുന്നത്. ഈ ജിഹാദാണ് നമ്മെയും നമ്മുടെ തലമുറയെയും ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് പരിശുദ്ധരും പവിത്രരുമാക്കി മാറ്റുന്നത്. ताला के लिए खालिस करते हुए അതിനാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹത്തെ ഫലപ്രദമാക്കുക. ഈ പള്ളിയെ इन मकासद അള്ളാഹുവിനായി സവിശേഷമാക്കിക്കൊണ്ട് और हम അവന്റെ ആരാധനയാൽ അലങ്കരിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളാകുന്നതിനു വേണ്ടി ഈ പള്ളി ഈ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കുന്നതാകട്ടെ. നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും പൂർത്തിയാക്കുന്നവരാകട്ടെ. നമുക്ക് മുമ്പായി लेकिन ഈ സംസ്ഥാനത്ത് സൗദി അറേബ്യയുടെ പൈസ കൊണ്ട് മുസ്ലിങ്ങൾ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. वो कमी से എന്നാൽ जमात अहमद की तमीर करदा मसाजिद മസീഹി മുഹമ്മദിയെ വിശ്വസിക്കാത്തതിനാൽ അവരിലുള്ള ന്യൂനത കേവലം അഹമ്മദിയ ജമാഅത്ത് നിർമ്മിച്ച പള്ളികളിലൂടെയേ പൂർത്തിയാവുകയുള്ളൂ. आपकी जिम्मेदारी बढ़ती चली ചുരുക്കത്തിൽ ഇക്കാര്യം ഓരോ അഹമ്മദിയും കൂടുതൽ ശ്രദ്ധയും आपको കൃതജ്ഞരുമാക്കി മാറ്റേണ്ടതാണ്. ज्यादा कोशिश करनी होगी। നിങ്ങളുടെ ഉത്തരവാദിത്തം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയുടെ അവകാശം പൂർത്തിയാക്കുന്നതിനായി നിങ്ങൾക്ക് मस्जिद के बारे में വളരെയേറെ പരിശ്രമിക്കേണ്ടി വരും. അള്ളാഹു അത് നിർവഹിക്കുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. मस्जिद का मुसक्कफ हिस्सा പള്ളിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. പള്ളിയുടെ കെട്ടിട വിസ്തൃതി और इसका 1350 സ്ക്വയർ ഫീറ്റ് ആണ്. 2 मिलियन यूरो के करीब हुआ है और जो स्पेन की जमात ने थोड़ा सा ही दिया है, शायद वो भी नहीं दिया। ഇതിന്റെ ചെലവ് ഏകദേശം पूरा करना 1.2 മില്യൺ യൂറോയാണ്. और फिर സ്പെയിൻ ജമാഅത്ത് നൽകിയ വാഗ്ദാനം മുഴുവനും നൽകിയിട്ടില്ലെന്ന് തോന്നുന്നു. माली लिहाज നൽകിയ വാഗ്ദാനം ഏതായാലും പൂർത്തിയാക്കേണ്ടതാണ്. जो पूरे करने वो तो करें, लेकिन उसका हक സാമ്പത്തികമായി है कि मस्जिद के बाद ദൗർബല്യമുണ്ടെങ്കിൽ तबलीग के मैदान में उतरे। പൂർത്തിയാക്കേണ്ട വാഗ്ദാനം പൂർത്തിയാക്കുക. എന്നാൽ അതിന്റെ അവകാശം തബ്ലീഗ് മൈതാനത്തേക്ക് ഇറങ്ങിയും പൂർത്തിയാക്കാവുന്നതാണ്. 250 इनके तादाद इनके ഇവർ തന്ന കണക്കനുസരിച്ച് ഹാളുകളുടെ വിശാലത 250 പേര് ഉൾക്കൊള്ളുന്നതാണ്. यहाँ हैं, 7 दफातर हैं, एक लाइब्रेरी है, बुक शॉप है, किचन बड़ा अच्छा है। ഏതായാലും അധികം വലുതൊന്നുമല്ല. മറ്റു സൗകര്യങ്ങളുമുണ്ട്. फिर इसी तरह इस हमारे 7 ഓഫീസുകളുമുണ്ട്, ലൈബ്രറിയുമുണ്ട്, ബുക്ക് ഷോപ്പുമുണ്ട്, मर्दों और औरतों കിച്ചൺ വലുതും നല്ലതുമാണ്, സ്റ്റോറുമുണ്ട്, ടെക്നിക്കൽ റൂമുമുണ്ട്. की सहूलतें भी हैं। ഈ കെട്ടിടം മുഴുവനായും എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ളതാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം വുളുവെടുക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. जगह खरीदी गई थी, കൂടാതെ उसमें मजीद इजाफा किया गया 2 कमरों का, बल्कि 3 कमरों का। സ്ഥലം വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ബംഗ്ലാവിൽ 3 മുറികൾ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. एक अखबार ने ये गुज़श्ता दिनों लिखा है कि सूबा की सबसे बड़ी इबादतगाह एक हकीकत का रूप धार चुकी है। अब ये सबसे बड़ी കഴിഞ്ഞ ദിവസം ഒരു പത്രം ഇപ്രകാരം എഴുതുകയുണ്ടായി, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആരാധനാലയം യാഥാർത്ഥ്യമായിരിക്കുന്നു. होगा। വാസ്തവത്തിൽ നാം ഓരോരുത്തരും അതിന്റെ അവകാശം പൂർത്തിയാക്കുമ്പോഴാണ് ഈ വലിയ ये बड़ी अच्छी जो हुकूकुल इबाद की तरफ ആരാധന യാഥാർത്ഥ്യമാകുന്നത്, അതിന്റെ അവകാശം പൂർത്തിയാക്കുന്നത്. यहाँ के हर മറ്റു സുഹൃത്ത് വളരെ നല്ലൊരു കാര്യവും എഴുതിയിട്ടുണ്ട്. അത് സൃഷ്ടികളോടുള്ള കടപ്പാടിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുമാണ്. खून बहाने അത് ഇവിടത്തെ മാത്രമല്ല എല്ലാ അഹമ്മദികളിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. പറയുന്നു, ഇസ്ലാമിനോടുള്ള വിശ്വാസത്താൽ അഹമ്മദികൾ അള്ളാഹുവിന്റെ നാമത്തിൽ രക്തം ചിന്തുന്നവർക്കെല്ലാം എതിരാണ്. मस्जिद के साथ 2 मल्टीपर्पज हॉल भी हैं ഏതായാലും जो औरतों और ഇതുകൂടാതെ ഈ പള്ളിയോട് ചേർന്ന് सकते हैं। अल्लाह करे कि 2 इलाके മൾട്ടിപ്പിൾ ഹാളുമുണ്ട്. इस्लाम की अदे- तस्वीर पेश करने वाली साबित हो।
സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഈ പള്ളി പ്രദേശത്തും ये कोशिश करके സംസ്ഥാനത്തുമുള്ളവർക്ക് യഥാർത്ഥ ഇസ്ലാമിന്റെ ചിത്രം പ്രകടിപ്പിക്കുന്നതായി സ്ഥാപിതമാകട്ടെ. ഈ പ്രദേശത്ത് വസിക്കുന്ന നമ്മിൽ നിന്നുള്ള ഓരോ അഹമ്മദിയും പരിശ്രമിച്ചുകൊണ്ട് ഇതിന്റെ അവകാശ പൂർത്തിയാക്കുന്നവരാകട്ടെ. की तरफ से आई थी, ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ അധിക സഹായവും वो भी मरकज की तरफ से हुई। ഞാൻ പറഞ്ഞതുപോലെ एजाज साहब കേന്ദ്രത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. इंजीनियर है हमारे पुराने, उन्होंने ടെക്നിക്കൽ സഹായവും बहुत सारा काम करवाए हैं, കേന്ദ്രത്തിൽ നിന്നാണ്. बड़ी तफसील से हर നമ്മുടെ പഴയ എഞ്ചിനീയറായ ചൗധരി ഇലിയാസ് സാഹിബ് चीज़ की, लेकिन उस कमी की वजह से വളരെയധികം പരിശ്രമത്തോടെ पे कंप्रोमाइज नहीं किया, किसी किस्म की कमी नहीं आई। ഇതിന്റെ ധാരാളം ജോലി ചെയ്തിട്ടുണ്ട്. हफ्ते में एक दो വളരെ നല്ല केसेस भी होता है गुर्दे की बीमारी, लेकिन बड़ी हिम्मत से अल्लाह നിലയിൽ വിശദമായി നിരീക്ഷിച്ചു. അധിക ചെലവുള്ളത് കുറച്ചും, എന്നാൽ ആ കുറവ് കാരണം നിലവാരത്തിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്തിട്ടില്ല, യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അദ്ദേഹം രോഗിയുമാണ്. ആഴ്ചയിൽ 2-3 വട്ടം ഡയാലിസിസും നടത്തുന്നുണ്ട്. വൃക്ക രോഗിയാണ്. എന്നാൽ വളരെ ധീരചിത്തതയോടെ പ്രവർത്തിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകട്ടെ, അദ്ദേഹത്തിന് ആരോഗ്യം നൽകുമാറാകട്ടെ, ഭാവിയിലും ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.